Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ എഗ് റൈസ് റെസിപ്പി ആയിട്ടാണ്. എപ്പോഴും ചോറും ബിരിയാണി ഫ്രൈഡ് റൈസും മാത്രം പോരാലോ, ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി കൂടെ നമുക്ക് ആവാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണിത്. നമുക്കപ്പോൾ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ അരി എടുക്കുന്നതിനേലും കുറച്ച് കുറവ് എടുത്താൽ മതി ഈ ബസുമതി റൈസ് എടുക്കുമ്പോൾ. ഇതൊരു പാത്രത്തിൽ നമ്മൾക്ക് ഈ റൈസ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പ് അരിക്ക് പിടിക്കുന്നതിനും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, മറ്റുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളുടെ അരി ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച അരി ഞാനൊരു 3-4 തവണ കഴുകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ബസുമതി റൈസിൻ്റെ ഒരു സ്മെല്ല് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഒരു 3-4 തവണ കഴുകിയതിന് ശേഷമാണ് ഞാൻ ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരി ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം ഇടക്കിടക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 90% വരെ നമ്മൾക്ക് അരി ഈ സമയത്ത് വെന്ത് കിട്ടണം. അരി ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഊറ്റി മാറ്റാം. നമ്മളുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് മസാല റെഡിയാക്കി എടുക്കാം. മസാലക്കായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 5-6 കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കശുവണ്ടി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഒരു 8-10 കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾക്ക് വെളുത്തുള്ളി, ഞാനിവിടെ ഒരു വലിയ വെളുത്തുള്ളി എടുത്തിരിക്കുന്ന വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാള ഞാൻ സ്ലൈസായിട്ട്, വളരെ കനം കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ റൈസ് കഴിക്കുന്ന സമയത്ത് ഇഞ്ചിയും പച്ചമുളകും നമ്മൾ കടിക്കാൻ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഞാനിവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. സവാളയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മല്ലിപ്പൊടി 1.5 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല, ബിരിയാണി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. മസാലകൾ മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളിയാണ്. ഇതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പേസ്റ്റ് പരുവാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഈ സമയത്ത് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സൈസ് 3 മുട്ടയാണ്. മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ നമ്മൾക്ക് കിട്ടും. അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തക്കാളി നല്ല പേസ്റ്റ് പരുവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ആയിരിക്കും മുട്ട കിടക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുട്ട മൊരിഞ്ഞും കിട്ടും. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ പീസുകളായിട്ടാണ് ഇപ്പോൾ എഗ്ഗ് കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മൊത്തത്തിൽ എല്ലാ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ ചോറ് ഓൾറെഡി വെന്ത ചോറാണ്. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്യാനായിട്ട് സൂക്ഷിക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ചോറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾക്ക് ഈ ഒരു സമയത്ത് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മല്ലിയില മാത്രം ചേർത്താൽ മതി. അതല്ലെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾക്ക് കിട്ടുന്നത്.
അതോടൊപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും. അവസാനമായിട്ട് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചോറാണിത്. കുറച്ച് തൈര് മാത്രം മതി, മറ്റു കറികളൊന്നും നമുക്ക് ഈ റൈസിൻ്റെ കൂടെ വേണമെന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഈ എഗ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.